ബാബ ഇന്ന് സേവനത്തിൽ വിഘ്നമിടുന്ന സംസ്കാരമേതാണെന്ന് കേൾപ്പിക്കുന്നു. ബാബയുടെ റൈറ്റ് ഹാൻഡ് ആകുവാൻ പറയുന്നു. ബാബയുടെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 4/8/26 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. മധുരമായ കുട്ടികളെ, ബാബയുടെ റൈറ്റ് ഹാൻഡ് ആകണമെങ്കിൽ ഓരോ കാര്യത്തിലും റൈറ്റിയസ് ആകൂ. സദാ ശ്രേഷ്ഠ കർമ്മം ചെയ്യൂ. ചോദ്യം: ഏതൊരു സംസ്കാരം സേവനത്തിൽ വളരെയധികം വിഘ്നമിടുന്നു? ഉത്തരം: ഭാവസ്വഭാവം കാരണം പരസ്പരം ദ്വൈത മതത്തിൻ്റെ സംസ്കാരമുണ്ടാകുന്നു. അത് സേവനത്തിൽ വളരെയധികം വിഘ്നമിടുന്നു. 2 അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ വളരെയധികം നഷ്ടമുണ്ടാകുന്നു. ക്രോധം ഒരു ഭൂതമാണ്. അതിലൂടെ ഭഗവാനെ പോലും നേരിടുന്നതിൽ അമാന്തിക്കുന്നില്ല. അതിനാൽ ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇങ്ങനെയുള്ള ഏതെങ്കിലും സംസ്കാരമുണ്ടെങ്കിൽ അതിനെ മാറ്റൂ. ഗീതം ഭാഗ്യം ഉണർത്തി വന്നിരിക്കുന്നു. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു. ആത്മീയ കുട്ടികൾ, അതായത് സുപ്രീം ആത്മാവായ ശിവ് ബാബയുടെ കുട്ടികൾ, ആത്മാക്കൾ ശരീരമാകുന്ന കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഗീതം കേട്ടു. ഇപ്പോൾ കുട്ടികൾക്ക് ആത്മാഭിമാനി ആകേണ്ടതുണ്ട്. വളരെയധികം പ്രയത്നവുമുണ്ട്. ഓരോ നിമിഷവും സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഇതാണ് ഗുപ്ത പ്രയത്നം. ബാബയും ഗുപ്തമാണ്. അപ്പോൾ പ്രയത്നവും ഗുപ്തമായത് ചെയ്യിക്കുന്നു. ബാബ സ്വയം വന്ന് പറയുന്നു, കുട്ടികളെ, എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ 5000 വർഷം മുമ്പുള്ള കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ വീണ്ടും സദോ പ്രധാനമാകും. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ തന്നെയാണ് സദോ പ്രധാനം ആയിരുന്നത്. പിന്നെ നമ്മൾ തന്നെ ഇപ്പോൾ തമോ പ്രധാനം ആയിരിക്കുന്നു. സദോ പ്രധാനം തീർച്ചയായും ആകേണ്ടതുണ്ട്. ഗീതത്തിലും പറയുന്നു, ഏതൊരു ഭാഗ്യത്തെയാണോ പാഴാക്കി കളഞ്ഞത് അത് വീണ്ടും നേടുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യിക്കുന്നവൻ ഒരേ ഒരു സർവശക്തിവാനായ ബാബയാണ്. കാരണം സർവരെയും പാവനമാക്കുന്നല്ലോ. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഹേ ആത്മീയ കുട്ടികളെ, ഇപ്പോൾ ഭാഗ്യമുണ്ടാക്കുവാനായി വന്നിരിക്കുന്നു. സ്റ്റുഡൻറ് സ്കൂളിൽ ഭാഗ്യമുണ്ടാക്കുവാനായി പോകുന്നല്ലോ. അതാണെങ്കിൽ ചെറിയ കുട്ടികളാണ്. നിങ്ങൾ ചെറിയവരൊന്നുമല്ല. നിങ്ങളാണെങ്കിൽ മുതിർന്നവരും വൃദ്ധരുമാണ്. ഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ചില വൃദ്ധന്മാരും വൃദ്ധകളുമുണ്ട്. വാർദ്ധക്യ അവസ്ഥയേക്കാൾ യൗവന അവസ്ഥയിൽ പഠിക്കുന്നത് നല്ലതാണ്. യുവാവിൻ്റെ ബുദ്ധി നല്ലതായിരിക്കും. ഇതാണെങ്കിൽ സർവർക്കും വളരെ സഹജമാണ്. നിങ്ങളുടെ ശരീരം വലുതാണല്ലോ. ഇത് ബേബിയാണ്. ഇത്രയും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. കാരണം ഓർഗൻസ് ചെറുതാണ്. സ്തുതി, നിന്ദ, ദുഃഖം, സുഖം, ഈ കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മാവാണെങ്കിൽ ബിന്ദുവാണ്. ശരീരം വളർന്നുകൊണ്ടിരിക്കുന്നു. ആത്മാവാണെങ്കിൽ ഏകരസം തന്നെയാണ്. ഒരിക്കലും ചെറുതോ വലുതോ ആകുന്നില്ല. ആ ആത്മാവിൻ്റെ ബുദ്ധിക്ക് വേണ്ടി ബാബ കസ്തൂരി പോലുള്ള സമ്മാനം നൽകുകയാണ്. കാരണം ഇപ്പോൾ ബുദ്ധി തീർത്തും തമോ പ്രധാനമായിരിക്കുന്നു. അത് ഇപ്പോൾ സ്വച്ഛമായിക്കൊണ്ടിരിക്കുന്നു. ഈ ചിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൽ വളരെയധികം ഉപയോഗത്തിൽ വരുന്നു. ഭക്തിമാർഗത്തിൽ ദേവതമാരുടെ മുന്നിൽ പോയി ശിരസ് നമിക്കുന്നു, പൂജ ചെയ്യുന്നു. മുൻപ് നിങ്ങളും അന്ധവിശ്വാസത്തോടെ പോകുമായിരുന്നു. ശിവന്റെ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. ഇത് ശിവബാബയാണ് എന്നത് നിങ്ങൾക്കറിയില്ലായിരുന്നു. ബാബയിൽ നിന്നും തീർച്ചയായും സമ്പത്ത് ലഭിച്ചു. അതിനാലാണ് ആ ഒന്നിൻ്റെ മഹിമ പാടപ്പെടുന്നത്. ആരെങ്കിലും നല്ല കർമ്മം ചെയ്തു പോകുമ്പോൾ അവരുടെ മഹിമ പാടപ്പെടുന്നു. ശിവ് ബാബയുടെ സ്റ്റാമ്പ് ഉണ്ടാക്കേണ്ടതാണ്. ശിവ് ബാബ ഗീത സെർമണൈസർ.
ഈ സ്റ്റാമ്പ് സഹജമായി ഉണ്ടാക്കാൻ സാധിക്കും. ആ ബാബ സർവർക്കും സുഖം നൽകുന്നവനാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ സുഖധാമത്തിൻ്റെ അധികാരി ആക്കുന്നവനാണ്. വൃദ്ധകളും മനസ്സിലാക്കുന്നുണ്ടാകും, നമ്മൾ ശിവ് ബാബയുടെ അടുക്കൽ വന്നിരിക്കുന്നു. ആ ഒന്ന് വിചിത്രമാണ്. ആ ഒന്ന് ഈ ചിത്രത്തിൽ, അതായത് ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. നിരാകാരനെ വിചിത്രം എന്ന് പറയുന്നു. നമ്മൾ ശിവബാബയുടെ അടുക്കൽ പോകുന്നു എന്നത് ബുദ്ധിയിലിരിക്കുന്നു. ആ ഒന്ന് ഈ ടെമ്പററി ചിത്രം ധാരണ ചെയ്തിരിക്കുന്നു. പതീതരെ പാവനമാക്കി മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നു. അഥവാ ശാന്തിധാമത്തിലും സുഖധാമത്തിലും വസിക്കുന്നവരാക്കുന്നു. മനുഷ്യർ ശാന്തിക്ക് വേണ്ടി തന്നെയാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന് ലഭിച്ചെങ്കിൽ, ശാന്തി ലഭിച്ചെങ്കിൽ, സുഖത്തിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്യുന്നില്ല. ബാബയുടെ അടുക്കൽ വീട്ടിൽ പോയെങ്കിൽ, ഭഗവാന് ലഭിച്ചെങ്കിൽ, ഇത്രമാത്രം. ഈ സമയം എല്ലാവരും മുക്തിയുടെ ആഗ്രഹം വയ്ക്കുന്നവരാണ്. ജീവൻ മുക്തി നേടുന്നവർ കേവലം നിങ്ങൾ ബ്രാഹ്മണർ മാത്രമാണ്. ബാക്കി എല്ലാവരും മുക്തിയുടെ ആഗ്രഹം വയ്ക്കുന്നവരാണ്. ജീവൻ മുക്തിയുടെ വഴി പറഞ്ഞു തരുന്നവനായി ആരും തന്നെയില്ല. സന്യാസിമാരുടെയും മറ്റും അടുക്കൽ പോയി ശാന്തി യാചിക്കുന്നു. മനസ്സിന് ശാന്തി എങ്ങനെ ലഭിക്കും എന്ന് പറയുന്നു. ആരെല്ലാമാണോ വഴി പറഞ്ഞു കൊടുക്കുന്നവർ, അവർ മുക്തിയിൽ പോകുന്നവരാണ്. മോക്ഷം എന്താണ്? അതും ബുദ്ധിയിൽ വരുന്നില്ല. മുക്തിയിൽ പോയെങ്കിൽ നന്നായിരുന്നു എന്ന് നിരാശമായി പറയുന്നു. വാസ്തവത്തിൽ മുക്തിധാമം ആത്മാക്കൾ വസിക്കുന്ന സ്ഥാനമാണ്. ഇത്രയും സെൻറ്റേഴ്സിൽ കുട്ടികളുണ്ട്. എല്ലാവർക്കും അറിയാം, നമ്മൾ പുതിയ ലോകത്തിലേക്ക് വേണ്ടി രാജ്യഭാഗ്യം നേടുകയാണ്. ബാബ നമുക്ക് പുതിയ ലോകത്തിൻ്റെ രാജ്യം നൽകുന്നു. എവിടെ നൽകും? പുതിയ ലോകത്തിൽ നൽകുമോ അതോ പഴയ ലോകത്തിൽ നൽകുമോ? ബാബ പറയുന്നു, ഞാൻ സംഗമത്തിലാണ് വരുന്നത്. ഞാൻ സത്യയുഗത്തിലോ കലിയുഗത്തിലോ വരുന്നില്ല. രണ്ടിനും മധ്യയാണ് വരുന്നത്. ബാബയാണെങ്കിൽ സർവർക്കും സദ്ഗതി നൽകുമല്ലോ. ദുർഗതി ഉപേക്ഷിച്ചു പോവുകയൊന്നുമില്ല. സദ്ഗതിയും ദുർഗതിയും ഒരുമിച്ചുണ്ടായിരിക്കുക സാധ്യമല്ല. കുട്ടികൾക്കറിയാം, ഈ പഴയ ലോകം വിനാശം ആകേണ്ടതുണ്ട്. അതിനാൽ ഇതിനോട് സ്നേഹം വയ്ക്കരുത്. ബുദ്ധി പറയുന്നു, തീർച്ചയായും ഇപ്പോൾ നമ്മൾ സംഗമയുഗത്തിലാണ്. ഈ ലോകം പരിവർത്തനപ്പെടാൻ പോകുന്ന ഒന്നാണ്. ബാബ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ സംഗമത്തിൽ വരുന്നു. നിങ്ങളെ ദുഃഖത്തിൽ നിന്നും വിടുവിച്ച് ഹരിയുടെ കവാടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് ജ്ഞാനത്തിൻ്റെ കാര്യമാണ്. ഹരിദ്വാർ എന്ന കൃഷ്ണന്റെ കവാടത്തെ, അതായത് കൃഷ്ണപുരിയെയാണ് പറയുന്നത്. ശരി, അതിന് പിന്നെ ലക്ഷ്മൺ ഝൂല ഉണ്ടാക്കിയിരിക്കുന്നു. ലക്ഷ്മൺ ഝൂല എന്നത് ഒരു തൂക്കുപാലമാണ്. ലക്ഷ്മണൻ ഗംഗയെ മറികടന്നു പോയതായി പറയുന്ന സ്ഥാനത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യം ഹരിദ്വാർ വരും. സത്യയുഗത്തെ ഹരിദ്വാർ എന്ന് പറയും. പിന്നെ രാമലക്ഷ്മണന്മാരെയും മറ്റും കാണിക്കുന്നു. ആ കാര്യമൊന്നുമില്ല, അത് ഉണ്ടാക്കപ്പെട്ട കാര്യമാണ്. രാമന് എത്ര സഹോദരങ്ങളെ കാണിച്ചിരിക്കുന്നു? 4 സഹോദരങ്ങളൊന്നുമില്ല. 4 8 സഹോദരങ്ങൾ ഇവിടെയാണുള്ളത്. ഒരു ഭാഗത്ത് ഈശ്വരീയ സന്താനങ്ങൾ, മറുഭാഗത്ത് ആസുരീയ സന്താനങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ശിവബാബ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വന്നിരിക്കുന്നു. ശിവബാബയാണ്, ബ്രഹ്മാവാണ് ദാദാ, പ്രജാപിതാവ്. ആ ആത്മാക്കളുടെ പിതാവ് അനാദിയാണ്. ഈ സമയം ബ്രാഹ്മണരെ രചിക്കുന്നു. ശിവബാബ സാലിഗ്രാമങ്ങളെ രചിക്കുന്നു എന്നല്ല. സാലിഗ്രാം അവിനാശി തന്നെയാണ്. കേവലം ബാബ വന്ന് പവിത്രമാക്കുന്നു. ആത്മാവ് പവിത്രമാകാത്തത് വരെയും ശരീരം എങ്ങനെ പവിത്രമാകാൻ സാധിക്കും? ആത്മാക്കളായ നമ്മൾ പവിത്രമായിരുന്നു, അപ്പോൾ സതോ പ്രധാനമായിരുന്നു. ഇപ്പോൾ അപവിത്രവും തമോ പ്രധാനവുമാണ്. വീണ്ടും സതോ പ്രധാനം എങ്ങനെയാകും? ഇത് സഹജമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്.
നിങ്ങൾ ഈ സമയം മാലിന്യം ചേരുന്നതിലൂടെ പതീതവും തമോ പ്രധാനവുമായിരിക്കുന്നു. ഇപ്പോൾ പിന്നെ സതോ പ്രധാനം ആകേണ്ടതുണ്ട്. കണക്കുകൾ സമാപ്തമാക്കി എല്ലാവരും ശാന്തിധാമത്തിൽ അഥവാ സുഖധാമത്തിൽ വരും. ആത്മാക്കൾ നിരാകാരി വീട്ടിൽ നിന്നും എങ്ങനെയാണ് വരുന്നത്? അതിൻ്റെ സ്മാരകവും ക്രിസ്ത്യൻസ് വൃക്ഷത്തിൽ ബൾബ് തൂക്കി ആഘോഷിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ എല്ലാ ധർമ്മങ്ങൾക്കും വേറെ വേറെ ശാഖകളുണ്ട്. അവിടെ നിന്നും ആത്മാക്കൾ എങ്ങനെയാണ് നമ്പർ വൈസായി താഴെ ഇറങ്ങുന്നത്? ഈ നോളജ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ആത്മാക്കളായ നമ്മുടെ വീട് ശാന്തിധാമമാണ്. ഇപ്പോൾ സംഗമമാണ്. അവിടെ നിന്നും എല്ലാ ആത്മാക്കളും വരും. പിന്നെ എല്ലാവരും പോകും. പ്രളയമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ബാബയിൽ നിന്നും ഭാഗ്യമുണ്ടാക്കുവാനായി വീണ്ടും സ്വരാജ്യം നേടുവാനായി വന്നിരിക്കുന്നു. ഇത് പറയാൻ വേണ്ടി മാത്രം ഉള്ളതല്ല, ഓർമ്മയിലൂടെ തന്നെയാണ് സമ്പത്ത് ലഭിക്കുക. ബാബ പറയുന്നു, ദേഹസഹിതം ദേഹത്തിൻ്റെ ഏതെല്ലാം മിത്രസംബന്ധികളും മറ്റുമുണ്ടോ സർവരെയും മറക്കൂ. ചിത്രവും വിചിത്രവും ഉണ്ടല്ലോ. ഏതൊന്നിനെയാണോ കാണാൻ കഴിയാത്തത് അതിനെ വിചിത്രം എന്ന് പറയുന്നു. ഇത് വളരെ മഹീനമായ കാര്യങ്ങളാണ്. ആത്മാവ് എത്ര ചെറുതാണ്. അതിന് അടിക്കടി പാർട്ട് അഭിനയിക്കേണ്ടി വരുന്നു. മറ്റാരുടെയും ബുദ്ധിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല. ആദ്യം ഇത് ബുദ്ധിയിൽ ഇരുത്തണം. ഞാൻ ആത്മാവാണ്, അത് നമ്മുടെ അച്ഛനാണ്. ആ ഒന്നിനെ തന്നെയാണ് പതീത പാവന ഹേ ഭഗവാൻ എന്ന് പറഞ്ഞ് ഓർമ്മിക്കുന്നത്. രണ്ടാമതൊരിടത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓർമ്മിക്കേണ്ടതും ഒന്നിനെയാണല്ലോ. ഭഗവാനെ ഓർമ്മിക്കുന്നു. അപ്പോൾ തീർച്ചയായും ആ ഒന്നിൽ നിന്നും എന്തെങ്കിലും കിട്ടാനുണ്ടാകും. പിന്നെ വാതിൽക്കൽ തോറും തിക്കും തിരക്കും എന്തിനു കൊള്ളണം? ഭഗവാന് പരംധാമത്തിൽ നിന്നും വരേണ്ടി വരുമല്ലോ. നമുക്ക് പോകാൻ സാധിക്കില്ല, കാരണം പതീതമാണ്. പതീതർക്ക് അവിടെ പോകാനാകില്ല. ഇപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നു. ഭക്തിമാർഗത്തിലെ പാർട്ട് എത്ര വണ്ടർഫുള്ളാണ്. ഒരു ഭഗവാനെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. ഹേ ഈശ്വര, ഹേ പരംപിത, ഓ ഗോഡ് ഫാദർ. അത് ഒന്ന് തന്നെ ആയിരിക്കുമ്പോൾ പിന്നെ രണ്ടാമതൊരു ഭാഗത്തേക്ക് തിക്കും തിരക്കും കൊള്ളുന്നത് എന്തിന്? ആ ഒന്ന് മുകളിൽ വസിക്കുന്നു. എന്നാൽ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. ഡ്രാമ അനുസരിച്ച് ഭക്തി ചെയ്യുന്നു, പരിധിയില്ലാത്ത അവിവേകത്തോടെ. ഇപ്പോൾ നിങ്ങൾ പിന്നെ പരിധിയില്ലാത്ത വിവേകശാലികളാകുന്നു. ശ്രീമത് അനുസരിച്ച് നടക്കുന്നവർ തന്നെയാണ് വിവേകശാലിയാകുന്നത്. അവർ പിന്നെ മറഞ്ഞിരിക്കില്ല. അവർ സദാ ശ്രേഷ്ഠാചാരിയായ കാര്യം തന്നെ ചെയ്യും. ബാബു പറയുന്നു, ഞാൻ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. അപ്പോൾ കുട്ടികളും എത്ര മധുരമുള്ളവരാകണം. ബാബയുടെ റൈറ്റ് ഹാൻഡ് ആകേണ്ടതാണ്. അങ്ങനെയുള്ള കുട്ടികൾ തന്നെയാണ് ബാബയ്ക്ക് പ്രിയമായി തോന്നുന്നത്. റൈറ്റ് ഹാൻഡ് ആണല്ലോ. നിങ്ങൾക്കറിയാം, ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് ഇത്രയും കാര്യം ചെയ്യാൻ സാധിക്കില്ല. കാരണം റൈറ്റ് ഹാൻഡ് റൈറ്റേഴ്സായ കാര്യം ചെയ്യുന്നു. അതിനാൽ ഈ വലത് കൈ തന്നെയാണ് ശുഭകാര്യത്തിൽ ഉപയോഗിക്കുന്നത്. പൂജ എപ്പോഴും വലത് കൈ കൊണ്ടാണ് ചെയ്യുന്നത്. ബാബു പറയുന്നു, ഓരോ കാര്യത്തിലും റൈറ്റേഴ്സ് ആകൂ, ശ്രേഷ്ഠാചാരിയാകൂ. ബാബയിൽ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ സന്തോഷം ഉണ്ടാകേണ്ടതാണ്. ബാബു പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ പിന്നെ അന്ത് മതി, ഗതി ഉണ്ടാകും. മതവും ഗതി ഉണ്ടാക്കുന്ന മതവും ഒന്ന് തന്നെയാണ്. ഈശ്വരൻ്റെ ഗതിയും മതവും ഈശ്വരന് മാത്രമേ അറിയൂ എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. പതീത പാവനൻ ആ ഒന്നാണ്. ഞാൻ മനുഷ്യരെ പാവനമാക്കി ദുർഗതിയിൽ നിന്നും സദ്ഗതിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകും എന്നത് ആ ഒന്ന് അറിയുന്നു. ഭക്തി മാർഗത്തിൽ എത്ര പ്രയത്നിക്കുന്നു, എന്നാൽ സദ്ഗതി ഉണ്ടാകുന്നില്ല. ഫലം ഒന്നും തന്നെ ലഭിക്കുന്നില്ല. സദ്ഗതി നൽകുന്നവൻ ഒരേ ഒരു ബാബയാണ്. ഭക്തിയിൽ ഏത് ഭാവനയോടെ പൂജിക്കുന്നോ അവർക്ക് ആ ഫലം നൽകുന്നവൻ ഞാൻ തന്നെയാണ്. അതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്.
അവർക്ക് സ്വയമേ ലഭിക്കുന്നു തൻ്റെ പുരുഷാർത്ഥത്തിലൂടെ. ഇപ്പോൾ കുട്ടികൾക്ക് തൻ്റെ പുരുഷാർത്ഥത്തിലൂടെ പവിത്രവുമാകണം. ബാബ പറയുന്നു, മധുരമായ ബാബയെ ഓർമ്മിക്കൂ. ആ സർവശക്തിമാൻ ഓൾമൈറ്റി അതോറിറ്റി എത്ര നല്ലതാക്കി മാറ്റുന്നു. നിങ്ങൾ സർവ്വതും അറിഞ്ഞു കഴിഞ്ഞു. വീണ്ടും ബാബയിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. രചയിതാവിൻ്റെയും രചനയുടെയും നോളജ് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നിങ്ങൾക്കറിയാം, ഈ നോളജ് നമ്മളിൽ ഉണ്ടായിരുന്നില്ല. യജ്ഞം, തപം തുടങ്ങിയവ ചെയ്യുന്നത്, ശാസ്ത്രങ്ങളും മറ്റും കേൾക്കുന്നത്, ഇതെല്ലാം ശാസ്ത്രങ്ങളുടെ നോളജാണ്. അതിനെ ഭക്തി എന്ന് പറയുന്നു. അതിൽ എയിം ഓബ്ജക്റ്റ് ഒന്നുമില്ല. പഠനത്തിൽ എയിം ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കും. പല പ്രകാരത്തിലുള്ള നോളജുണ്ട്. നമുക്ക് പതീതത്തിൽ നിന്നും പാവനമാകുന്നതിൻ്റെ നോളജ് പതീത പാവനായ ബാബ നൽകിയിരിക്കുന്നു. സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ നോളജ് ബാബ നൽകി. ഈ സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു? ഇതിൽ എല്ലാവരും ആക്ടേഴ്സ്, പാർട്ട്ധാരികളാണ്. ഈ അനാദിയായ നാടകം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഈ പരിധിയില്ലാത്ത നോളജ് തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതാണ്. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഘോര അന്ധകാരത്തിൽ നിന്ന് മാറി ഘോര പ്രകാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ദേവതയായിക്കൊണ്ടിരിക്കുന്നു. ഇതും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ആദി സനാതനം ദേവി ദേവതാധർമ്മമാണ്. അതിനെ ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നു. പതുക്കെ ഈ കാര്യവും മനസ്സിലാക്കും. കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. ഇതിൽ അനേകം കുട്ടികൾ വേണം. ഡൽഹിയിൽ കോൺഫറൻസ് നടത്തേണ്ടി വരും. പരിസ്ഥാൻ എന്ന് ഡൽഹിയാണ് പറയുന്നത്. ഇത് യമുനയുടെ തീരമായിരുന്നു. ഡൽഹി ക്യാപിറ്റലാണ്. വളരെ പേരുടെ ഭരണം വന്നു. ദേവതമാരുടെ ക്യാപിറ്റലും ഇതായിരുന്നു. ഡൽഹിയിൽ വളരെ വലിയ കോൺഫറൻസ് നടക്കേണ്ടതാണ്. എന്നാൽ മായ ഇങ്ങനെയാണ്, ചെയ്യുവാൻ അനുവദിക്കുന്നില്ല. വളരെയധികം വിഘ്നമിടുന്നു. ഇക്കാലത്ത് ഭാവ സ്വഭാവങ്ങളും വളരെയധികം ആയിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ. കുട്ടികൾ പരസ്പരം ഒന്നു ചേർന്ന് സർവീസിൽ മുഴുകണം. അവരും പരസ്പരം ചേരുന്നില്ല എങ്കിൽ അധികാരം ഇല്ലാതാകുന്നു. 2 പാർട്ടിയാകുന്നു. അപ്പോൾ പ്രസിഡന്റിനെ മാറ്റുന്നു. ദ്വൈതമതം, 2 അഭിപ്രായം വളരെ നഷ്ടമുണ്ടാക്കുന്നു. പിന്നെ ഭഗവാനെയും നേരിടുന്നതിൽ അമാന്തിക്കുന്നില്ല. നഷ്ടവും വളരെയധികം ഉണ്ടാകുന്നു. ക്രോധത്തിൻ്റെ ഭൂതം വന്നു എങ്കിൽ പിന്നെ കാര്യം ചോദിക്കുകയേ വേണ്ട. അതിനാൽ ബാബ പറയുന്നു, ശർക്കരയ്ക്കും അറിയാം, ശർക്കര ചാക്കിനും അറിയാം. ബാബ കുട്ടികളെ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ നോളജ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ആരെങ്കിലും ധാരണ ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് പുരുഷാർത്ഥത്തിൻ്റെ ആധാരത്തിലാണ്. ആരിലെങ്കിലും ബാബ ആശീർവാദമോ കൃപയോ കാണിക്കും എന്നല്ല. ഇതിൽ കൃപയോ മറ്റോ യാചിക്കുന്നതിൻ്റെ കാര്യമില്ല. പ്രേരണയിലൂടെയാണ് അഥവാ ജ്ഞാനവും യോഗവും പഠിപ്പിക്കേണ്ടതെങ്കിൽ പിന്നെ ബാബ പറയുന്നു, ഞാൻ ഈ മോശമായ ലോകത്തിൽ എന്തിനു വരുന്നു? പ്രേരണ, ആശീർവാദം ഇതെല്ലാം ഭക്തിമാർഗത്തിലെ വാക്കുകളാണ്. ഇതിൽ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. പ്രേരണയുടെ കാര്യമില്ല. നിങ്ങൾക്ക് 3 എൻജിൻ ഒരുമിച്ച് ലഭിച്ചിരിക്കുന്നു. അവിടെയാണെങ്കിൽ അച്ഛൻ വേറെ, ടീച്ചർ വേറെ ലഭിക്കുന്നു, ഗുരുവിനെ പിന്നീട് ലഭിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഈ 3ഉം ഒരുമിച്ചാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ പൂജ്യരാക്കി മാറ്റുന്നു. നിങ്ങൾ പിന്നെ പൂജാരിയായി മാറും. വളരെ യുക്തിയോടെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ആരെങ്കിലും ബോധം കെട്ടുപോകരുത്. ആദ്യം മുഖ്യമായത് 2 അച്ഛൻ്റെ കാര്യമാണ്. ഭഗവാൻ അച്ഛനാണ്. ആ ഒന്നിൻ്റെ ജന്മമായ ശിവജയന്തിയും ഇവിടെ ആഘോഷിക്കുന്നു. തീർച്ചയായും സ്വർഗത്തിൻ്റെ അധികാരി ആക്കുന്നുണ്ടാകും. ഭാരതത്തിൽ തന്നെയാണ് സ്വർഗമുണ്ടായിരുന്നത്. ഇപ്പോൾ നരകത്തിൻ്റെ വിനാശത്തിനു വേണ്ടി മഹാഭാരത യുദ്ധം നിൽക്കുകയാണ്. തീർച്ചയായും ബാബ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യിക്കുന്നവനുമാണ്. ബാബയുടെ ശ്രീമത്തനുസരിച്ച് തന്നെ നമ്മൾ പറയും,
ഭാരതത്തെ നമ്മൾ പാവനമാക്കിയേ വിടുകയുള്ളൂ. ശരി, മധുരമായ സിക്കിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബ ദുഃഖം ഹരിച്ച് സുഖം തരുന്നവനാണ്. അതേപോലെ ബാബയ്ക്ക് സമാനമാകണം, വളരെ മധുരമാകണം. സദാ ശുഭകാര്യം ചെയ്ത് റൈറ്റ് ഹാൻഡായി മാറണം. ഒരിക്കലും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാക്കരുത്. ഭാവസ്വഭാവങ്ങളിൽ വന്ന് അന്യോന്യം എതിരിടരുത്. ക്രോധത്തിൻ്റെ ഭൂതം മാറ്റണം. വരദാനം: സ്വയം തൻ്റെ സ്മൃതിയിലിരുന്ന് തൻ്റെ ഓരോ കർമ്മത്തെയും നിയമം ആക്കി മാറ്റുന്ന അതോറിറ്റി സ്വരൂപമായി ഭവിക്കട്ടെ. ഏതുപോലെ സാകാരത്തിൽ സ്വയം തൻ്റെ സ്മൃതിയിൽ ഇരുന്നതിലൂടെ ഏതൊരു കർമ്മം ചെയ്തുവോ അത് തന്നെ ബ്രാഹ്മണ പരിവാരത്തിൻ്റെ നിയമം ആയി മാറി. സ്വയം തൻ്റെ ലഹരിയിൽ ഇരുന്നത് കാരണം അഥവാ സാകാരത്തിലൂടെ ഏതെങ്കിലും തലകീഴായ കർമ്മം ഉണ്ടായാൽ പോലും നേരെയാക്കി മാറ്റും എന്ന് അതോറിറ്റിയോടെ പറയുവാൻ കഴിയുമായിരുന്നു. സ്വയം തൻ്റെ സ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ ഇരിക്കുന്നതിലൂടെ തലകീഴായ ഒരു കർമ്മവും ഉണ്ടാവുകയേ സാധ്യമല്ല എന്ന ലഹരി ഉണ്ടായിരിക്കും. കുട്ടികളായ നിങ്ങളും എപ്പോഴാണോ സ്വയം തൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത്, അപ്പോൾ ഏതൊരു സങ്കല്പം നടക്കുമോ, ഏതൊരു വാക്കുകൾ പറയുമോ അഥവാ കർമ്മം ചെയ്യുമോ അത് നിയമം ആയി മാറും. സ്ലോഗൻ: പവിത്രതയുടെ പില്ലർ ശക്തമാക്കൂ. അപ്പോൾ ഈ പില്ലർ ലൈറ്റ് ഹൗസിൻ്റെ കാര്യം ചെയ്യും. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജത്തെ പോലും സമാപ്തമാക്കി സമ്പൂർണ്ണ സ്വച്ഛം അഥവാ പവിത്രമാകൂ. അഥവാ ബുദ്ധിയിൽ അശുദ്ധ സങ്കല്പമോ പഴയ സംസ്കാരമോ സങ്കല്പ രൂപത്തിൽ പോലും ടച്ച് ആകുന്നുവെങ്കിൽ സമ്പൂർണ്ണ വൈഷ്ണവൻ എന്ന് പറയില്ല. അഥവാ ഏതെങ്കിലും അരുതാത്ത കാര്യം കാണുകയാണെങ്കിൽ പോലും കാണുന്നതിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നു, അതിൻ്റെയും കണക്ക് ഉണ്ടാകുന്നു. ഈ കണക്കനുസരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പഴയ സംസ്കാരമോ അശുദ്ധ സങ്കല്പമോ ബുദ്ധിയിൽ അഥവാ ടച്ചാകുന്നുവെങ്കിൽ പോലും സമ്പൂർണ്ണ വൈഷ്ണവൻ അഥവാ സമ്പൂർണ്ണ പവിത്രം എന്നെങ്ങനെ പറയും? ബാബ 5000 വർഷത്തിൻ്റെ ഡ്രാമയുടെ വിസ്താരത്തെ സാരരൂപത്തിൽ നൽകി എന്നെ സ്വദർശന ചക്രധാരിയാക്കി. ഈ സർവശ്രേഷ്ഠ സ്വമാനത്തിൽ ഞാൻ സ്ഥിതി ചെയ്യും. മുഴുവൻ ചക്രത്തിലെ വിഭിന്ന പാർട്ടുകളുടെ അറിവ് ബാബ നൽകിയത് ഞാൻ ദിവ്യബുദ്ധിയിലൂടെ ദർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ്. സൃഷ്ടിയുടെ ആദിയിലെ സ്വർണിമ ദൃശ്യങ്ങൾ ആ സമയം, ആ രാജ്യം എൻ്റെ ദേവസ്വരൂപം, സർവസമ്പന്ന ജീവിതം ഞാൻ കാണും. ആ ദേവസ്വരൂപ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പിന്നെ പകുതി കൽപ്പം
പൂജനീയ ദേവസ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ അതിൻ്റെ സ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സൃഷ്ടിയുടെ അന്തിമ കാലമായ പുരുഷോത്തമ സംഗമയുഗത്തിൽ ബാബ എന്നെ പ്രഭു പരിവാരത്തിലേതാക്കി എന്നെ മാസ്റ്റർ നോളജ്ഫുള്ളാക്കി സ്വരാജ്യത്തിൻ്റെ തിലകമണിയിച്ചു. വിശ്വമംഗളത്തിൻ്റെ കിരീടധാരിയാക്കി. യോഗി ഭവ പവിത്ര ഭവ എന്ന പ്രഭു വരദാനത്തിലൂടെ എന്നെ സർവ ഈശ്വരീയ പ്രാപ്തികൾക്കും യോഗ്യമാക്കി. എൻ്റെ സങ്കല്പത്തിലും ദൃഷ്ടിയിലും വാക്കിലും ദിവ്യത ധാരണ ചെയ്ത് എനിക്ക് വർത്തമാന ബ്രാഹ്മണ ജീവിതത്തിൽ നിന്നും എൻ്റെ സമ്പൂർണ്ണ സ്ഥിതിയായ ഫരിഷ്ത അവസ്ഥയിൽ എത്തിച്ചേരേണ്ടതുണ്ട്. എൻ്റെ സമ്പൂർണ്ണ പരിസ്ഥാസ്ഥിതി പ്രാപ്തമാക്കിയ ശേഷം എൻ്റെ നിജധാമമായ നിരാകാരി ലോകത്തിൽ നിരാകാര അവസ്ഥയിൽ ഈ കൽപ്പാന്ത്യത്തിൽ എനിക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. കാലത്തിൻ്റെ ഗതി അനുസരിച്ച് വീണ്ടും സ്വർണിമ ലോകത്തിൻ്റെ പുനഃസൃഷ്ടി ഉണ്ടാകുന്ന ദിവ്യവേളയിൽ ദേവതാ സ്വരൂപത്തിൽ ഞാൻ വീണ്ടും ഈ സൃഷ്ടിയിലേക്ക് ദേവശരീരത്തിൽ അവതരിക്കുന്നു. ഈ സ്വദർശനത്തിൻ്റെ അനുഭവം എന്നെ അനേകം പരിധിയുള്ള ചക്രത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്നു. എന്നെ വിഘ്നമുക്തമാക്കുന്നു. ആത്മോന്നതിക്ക് ഹിതകരമല്ലാത്ത സംസ്കാരങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കുന്നു. ഞാൻ പ്രസന്ന ചിത്തവും സർവപ്രാപ്തികളുടെയും അധികാരിയുമായി മാറുന്നു. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ എൻ്റെ അലൗകിക പിതാവിൻ്റെയും പാരലൗകിക പിതാവിൻ്റെയും ശ്രേഷ്ഠ പാലന എന്നെ എൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു.